നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവന്റെ കല്യാണത്തെക്കുറിച്ചൊന്നും എനിക്ക് പേടിയില്ല. പക്ഷേ നിഖിലിനോടുള്ള പവിത്രന്റെ പക അതിനിയും മാറിയിട്ടില്ല. അവൻ ഗുണ്ടകളെ കൊണ്ട് നിഖിലിനെ പിടിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കല്യാണം നടത്തി കൊടുക്കാനല്ല, കൊല്ലാൻ തന്നെയാ. അക്കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട്. നിഖിലിന്റെ ഫോൺ ഇന്നലെ രാത്രിയായപ്പോൾ സ്വിച്ച് ഓഫ് ആയി. കമ്പനി ഗസ്റ്റ് ഹൗസിലെങ്ങാനും അവനെ പൂട്ടിയിട്ടിരിക്കുകയാണോ, അതോ അവനെ അവന്മാര്... അവൻ കമ്പനി ഗസ്റ്റ് ഹൗസിലുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? യതി, നീ വണ്ടി എടുക്ക, നമുക്കിപ്പൊ തന്നെ അങ്ങോട്ട് പോകാം. വീട്ടിൽ നിറക്കി വിട്ടാലും സൗര്യം തരില്ല എന്ന് വെച്ചാ അതുമല്ല, നിന്നോടെങ്കിലും പറഞ്ഞിട്ടല്ലേ നിഖില് പോവൂ. വിളിച്ചെങ്കിലും പറഞ്ഞേനെ. അവനെങ്ങനെ വിളിക്കും? അവനെ ഗിരിജയുടെ ആൾക്കാർ പിടിച്ചോണ്ട് പോയില്ലേ? നിഖിലിനെ പിടിച്ചോണ്ട് പോയോ? എങ്ങോട്ട്? അതൊന്നും അറിയില്ല. ഞാനും ഏട്ടത്തെയും കൂടെ കമ്പനി ഗസ്റ്റ് ഹൗസിലേക്ക് പോവുക. പവിത്രനും ഗിരിജയൊക്കെ അവിടെയാ ഉള്ളത്. അവനെ വല്ല ഗുണ്ടകളും പിടിച്ചോണ്ട് പോയെങ്കിൽ ഇപ്പോ ജീവനോടെ കാണുമെന്ന സംശയം. ഗിരിജിക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല. ശ്രേയയുമായുള്ള നിഖിലിന്റെ കല്യാണം നടത്തരുത്. അതിനുവേണ്ടി നിഖിലിനെ മാറ്റി നിർത്തുക, അതാണ് അവരുടെ പ്ലാൻ. അവര് കമ്പനി ഗസ്റ്റ് ഹൗസിലുണ്ടെന്ന് വീണയോട് വിളിച്ചു പറഞ്ഞു. നിഖിലും അവരുടെ കസ്റ്റഡിയിലാണെന്ന്. ഗീതമ്മ അത് കേട്ട് യതിയോട് വിളിച്ചു പറഞ്ഞു, നീയും കൂടി വാ. ആ ഗിരിജയെ നേരിടാൻ എന്നെക്കാൾ നീയാ മിടുക്കി. ഞാനും വരാം. എനിക്കിനി അമ്മാവൻ സെന്റിമെന്റ്സ് ഒന്നുമില്ല. അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം. സംസാരിച്ചെന്ന് സമയങ്ങളല്ലേ, നിങ്ങൾ വാ. ഇവിടെ കാര്യങ്ങൾ നോക്കാൻ രഞ്ജിനി ഉണ്ടല്ലോ. വാ, നമുക്കിറങ്ങാം. വാ. എന്റെ മോളെവിടെ? നിങ്ങൾക്കൊക്കെ ഇട്ട് പന്തടിക്കാനല്ല ഞാൻ എന്റെ മോളെ വളർത്തിയത്. മര്യാദയ്ക്ക് അവളെ ഇറക്കി വിട്. ഇല്ലെങ്കിലേ ഈ ഗിരിജ ആരാണെന്ന് എല്ലാവരും അറിയും. എന്റെ മോനെവിടെ? അവനെ ആദ്യം കൊണ്ടുവാ. പവിത്ര, ഗുണ്ടകളെ വിട്ട് എന്റെ മോനെ തല്ലിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നിന്നോട് പലതവണ ഞാൻ പറഞ്ഞതാ അവനെ തൊട്ട് കളിക്കരുതെന്ന്. ഒരിക്കൽ അവന്റെ മേത്തു തൊട്ടതിന് നീ അനുഭവിച്ചതല്ലേ? ഓ, ഇത്രയും സ്നേഹം അച്ഛന് മോനോടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എങ്കിൽ നീ പറഞ്ഞ പോലെ ഗുണ്ടകളെ വിട്ടല്ല, നേരിട്ട് തന്നെ ഞാൻ അവനെ ഒടിച്ചു മുടക്കി കൊക്കയിൽ എറിഞ്ഞേനെ. നമ്മുടെ മോളെ ചോദിച്ചതിനെ തിരിച്ചു ചോദിക്കാ പവിയേട്ടാ. അവളെ വിട്ടു തരാതിരിക്കാനാ നിഖിലിനെ നമ്മളെ പിടിച്ചെന്ന ആരോപണം. മേലെ മനസ്സിലിരിക്കട്ടെ. നിങ്ങളുടെ മോൻ എവിടെയാണെന്ന് ഞങ്ങൾ എങ്ങനെ അറിയാനാ? ഇങ്ങോട്ട് മാറ്. ഗിരിജെ, നിഖിൽ എവിടെയുണ്ടെന്ന് ആദ്യം പറ. നീ തന്നെ വീണയോട് നിഖിലിനെ അവിടെ പാഴ്സലാക്കി എത്തിച്ചിട്ടുണ്ടെന്ന് വീമ്പ് പറഞ്ഞില്ലേ? ഗീതമ്മയാ ആ വിവരം ഞങ്ങളോട് വിളിച്ചു പറഞ്ഞത്. വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാ നിഖിലിനെ വിളിച്ചോണ്ട് വരാൻ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയത്. ഞാൻ നിഖിലിന്റെയും ശ്രേയയുടെയും കല്യാണം നടത്തുമെന്ന് പറഞ്ഞതിന് പ്രതികാരമായിട്ടായിരിക്കും വീണയുടെയും നിഖിലിന്റെയും കല്യാണം നീ നടത്തി കൊടുക്കുമെന്ന് വെല്ലുവിളിച്ചത്. നിഖിലിന്റെ അച്ഛനാണ് ഞാനെങ്കിൽ അവൻ വീണയുടെ കഴുത്തിൽ താലി കെട്ടില്ല. ഏട്ടത്തിയുടെ തീരുമാനം അതുപോലെ നടന്നിരിക്കും. ഏട്ടത്തി, നമ്മളെന്തിനാ ഇവരുടെ വാക്ക് കേട്ട് നിൽക്കുന്നേ? ആ ഗസ്റ്റ് ഹൗസ് നമ്മുടെ കമ്പനിയുടേതല്ലേ? കമ്പനിയിൽ നിന്ന് പുറത്താക്കി ഇവനെന്താ ഗസ്റ്റ് ഹൗസിൽ കാര്യം? ഗിരിജാമ്മയുടെ ഇങ്ങോട്ട് വന്നേ. ഈ വീട്ടിലേക്ക് ഞാൻ വന്ന സമയം തൊട്ട് കാണുന്നതാ ഗിരിജാ മാഡത്തിന്റെ തോന്നിയാസ ഭരണം. നിങ്ങളുടെ വെണ്ണക്കാലും ഉണ്ടല്ലേ എന്നെ ചവിട്ടി തേച്ചത്. ഇതുപോലുള്ള കളരിയും കരാട്ടയും പരിശീലിച്ച കാലുകൊണ്ട് ഒരു കിക്ക് തന്നാലുണ്ടല്ലോ, ഗേറ്റിന്റെ അപ്പുറത്ത് പോയി കിടക്കും. കാണണോ? നിഖിൽ എവിടെ ഉണ്ടെന്ന് പറ.
നിഖിലിനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ അതിന്റെ 10 ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു തന്നിരിക്കും. വാ രൂപേഷേട്ടാ, നമുക്ക് ഗസ്റ്റ് ഹൗസിൽ പോയി നിഖിലിനെ കൊണ്ടുവരാം. വാ പവിയേട്ടാ, ഇത് ഇവരുടെ അടവാ. നമ്മുടെ മോളെ വിട്ടു തരാതിരിക്കാനുള്ള അടവ്. ഇതൊന്നും ഈ ഗിരിജയോട് നടക്കില്ല. വാ ഇങ്ങോട്ട്. നിക്കടി അവിടെ. നിന്നെയൊക്കെ ഈ വീട്ടിൽ നിന്ന് ഇന്നലെ പടിയിറക്കി വിട്ട് ചാണകം തളിച്ച് ശുദ്ധമാക്കിയിരിക്കുക. നീയൊക്കെ ഇനി മരുവത്തൂർ വീട്ടിൽ കാലെടുത്തു വെച്ചാൽ തമ്പുരാട്ടി എന്നെ പിടിച്ച് വിഴുങ്ങിക്കളയോ? ഗിരിജ ഏട്ടത്തിന്റെ മുറിയിലോട്ടായിരിക്കും പോകുന്നത്. അന്ന് ലോക്കറിൽ നിന്ന് എടുക്കാൻ പറ്റാത്തതൊക്കെ എടുക്കാനാണോ? ലോക്കറല്ല, ഏതെങ്കിലും മുറി തുറന്നപ്പോൾ ഞാൻ അവരെ ശരിയാക്കും. അവരെന്റെ അമ്മ എന്താ വിളിച്ചത്? ഇനി ഒരു തവണ കൂടി അങ്ങനെ വിളിച്ചാലേ വിളിച്ചാ നീ എന്ത് ചെയ്യൂടാ? നിങ്ങൾ എന്റെ ആരാന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഇനി എന്നെ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ. പവിത്ര, നീ ഇവളെയും വിളിച്ചോണ്ട് ഇവിടുന്ന് ഇറങ്ങാൻ നോക്ക്. നിന്റെ ഭാര്യയെ പിടിച്ചോണ്ട് വരാൻ രൂപേഷ് പോയിട്ടുണ്ട്. നീ ഇവിടെ അടങ്ങി നിൽക്ക്. മസിലളിയാന്നല്ലേ നീ പണ്ടെന്നെ വിളിച്ചിരുന്നത്. അളിയന്റെ മസിൽ ബലം പവിത്ര സാറിന് ഞാൻ കാണിച്ചു തരാം. വേണ്ട എതി, ഇവിടെ പോലീസ് ഉണ്ട് ശിക്ഷിക്കാൻ. ഗീതമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. നിഖിലിനെയും ശ്രേയയും തട്ടിക്കൊണ്ടു പോയതിന് പോലീസുമായിട്ട് അവരിപ്പോ ഗസ്റ്റ് ഹൗസിൽ എത്തിക്കാണും. പവിത്ര, ഇനിയും നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഗിരിജയും വിളിച്ച് വേഗം ഈ മരുവത്തൂരിന്റെ പുറത്തിറങ്ങാൻ നോക്ക്. അകത്തേക്ക് കയറിയ ഗിരിജ മേഡത്തെ കാണുന്നില്ലല്ലോ. ഇറക്കി വിട്ടതിന്റെ ദേഷ്യ എങ്ങനെയും അകത്ത് കടക്കാനുള്ള അടവ. അവരുടെ മുറി കയറി കഥകടച്ചിരിക്കുമായിരിക്കും. ഇറങ്ങി വാ. ഇങ്ങോട്ട് വരാൻ. ഇറങ്ങിപ്പോ. അയ്യോ ഗിരിജെ, ഗിരിജെ എന്തെങ്കിലും പറ്റിയോ? ഗിരിജെ